നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദ ലെങ്ത് ഓഫ് എ കർവ് ഇൻ പോളാർ കോർഡിനേറ്റ്. ലെങ്ത് ഓഫ് എ കർവ് നമ്മൾ പോളാർ കോർഡിനേറ്റിലല്ലാതെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു, പാരാമെട്രിക് ഫോമിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാം. ലെറ്റ് r equal to f of theta. r equal to f of theta ആണ് ഇക്വേഷൻ ഓഫ് ദ കർവ് എന്ന് കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ ഓഫ് ദ കർവ്. Let r equal to f of theta be the equation of the curve in polar coordinates. If r equal to f of theta has a continuous first derivative, first derivative for alpha less than or equal to theta less than or equal to beta. ഈ ഇൻ്റർവെല്ലിൽ ഇതിനൊരു കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്. if the point p r theta traces the curve r equal to f of theta exactly once as theta runs from alpha to beta. അപ്പോൾ ഈ പി ആർ തീറ്റ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ കർവിനെ ഒറ്റ പ്രാവശ്യം ഈ ആൽഫ തൊട്ട് ബീറ്റ വരെ മൂവ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം ട്രേസ് ചെയ്യുള്ളൂ, ഒറ്റ പ്രാവശ്യം അതിലൂടെ കടന്നു പോവുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ ലെങ്ത് ഓഫ് ദ കർവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ദെൻ ദ ലെങ്ത് ഓഫ് ദ കർവ് L equal to integral alpha to beta root of r square plus dr by d theta all square d theta. ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് തീറ്റ ആണ്. അപ്പോൾ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ലെങ്ത് കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. First problem, find the length of the cardioid. Find the length of the cardioid. R equal to A into 1 plus cos theta. നമുക്ക് പ്ലോട്ട് ചെയ്യാൻ നമുക്കറിയാലോ, പ്ലോട്ട് ചെയ്യാൻ ഓൾറെഡി നമുക്കറിയാം. അപ്പം അത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്താൽ ഏകദേശം നമ്മുടെ കാർഡിയോയിഡിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ കാർഡിയോയിഡ് വരിക. ഇതാണ് നമ്മുടെ പി ആർ തീറ്റ എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് ആറ്, ഈ ആംഗിള് തീറ്റ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിയോയിഡ്. നമ്മുടെ കാർഡിയോയിഡ് ശ്രദ്ധിച്ചാൽ അറിയാം, വിച്ച് ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന്റെ മുകളിലുള്ള ഭാഗത്തിന്റെ ലെങ്ത്തും താഴെയുള്ള ഭാഗത്തിന്റെ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 0 to π വരെയുള്ളതിൻ്റെ കണ്ടാൽ മതി അല്ലേ. 0 to π വരെയുള്ള കണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത് ഒന്ന് കണ്ടു നോക്കാം. സിമെട്രിക് ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ വരച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാലും മതി സിമെട്രിക് ആണോ എന്നൊക്കെ. സിമെട്രിക്
അല്ലെങ്കിലും അതിന്റെ ആംഗിൾ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത് നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 to π ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 0 to θ = π വരെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് r അറിയാം, dr/dθ നമുക്ക് ആവശ്യമുണ്ട്. dr/dθ എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? a × 1 + 1ന്റെ ഡെറിവേറ്റീവ് 0, cos θ ന്റെ ഡെറിവേറ്റീവ് -sin θ. അപ്പൊ -a sin θ ആണ് dr/dθ. അപ്പൊ therefore r² + dr/dθ all square കാണാം. a² 1 + cos θ² + dr/dθ എന്ന് പറഞ്ഞാൽ -ന്റെ സ്ക്വയർ അവിടെ എടുത്തോ, അത് a² അല്ലേ, a² sin² θ ബ്രാക്കറ്റ് a² × 1 + 2 cos θ + cos² θ plus a² sin² θ. നേരത്തെ പോലെ a² നമുക്ക് എടുക്കാൻ പുറത്ത്, ബാക്കി 1 + 2 cos θ + cos² θ plus sin² θ which is equal to cos² θ plus sin² θ 1 ആണ്. അപ്പൊ a² × 1 ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അപ്പൊ 2 വരും. 2 + 2 cos θ വരും. ഇത് 2 കൂടെ കോമൺ ആയിട്ട് എടുക്കാം. 2a² × 1 + cos θ. ഇനി എന്ത് ചെയ്യാം, ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. equation, then the length of the cardioid, hence the length of the cardioid L = നമ്മൾ എക്സ് ആക്സിസിന്റെ മുകളിലുള്ള ഭാഗത്തിന്റെ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 ടൈംസ് ചെയ്യണം. 2 ടൈംസ് ലെങ്ത് എടുക്കണമല്ലോ. 0 to π √r² + dr/dθ all square dθ 2 × integral 0 to π √2a² നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 + cos θ dθ which is equal to 2 × integral 0 to π നമുക്കറിയാം 1 + cos θ എന്ന് പറയുന്നത് 2 cos² θ/2 ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെങ്ങാനും പഠിച്ചിട്ടുണ്ട്. 1 + cos θ എന്ന് പറഞ്ഞാൽ 2 cos² θ/2 ആണ്. അപ്പൊ ഈ വാല്യൂ 1 + cos θ ക്ക് വരെ ഈ വാല്യൂ ഇവിടെ കൊടുക്കാം. അപ്പൊ എന്ത് വരും? √ 2നെ ഇതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 4 വരും. 4a² cos² θ/2 dθ. ഇതിൽ നിന്ന് നമുക്ക് റൂട്ടുകളൊക്കെ പുറത്തെടുക്കാം. 4ന്റെ റൂട്ട് 2 അത് നമ്മൾ പുറത്തെടുത്ത് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 വന്നു. പിന്നെ a² റൂട്ട് a, ബാക്കി ഇന്റഗ്രൽ 0 to π cos² θ/2ന്റെ റൂട്ട് മോഡ് cos θ/2 dθ. നമുക്കറിയാം cos θ/2 തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 0 to π വരെ വാരി ചെയ്യുന്നുള്ളൂ. തീറ്റ 0 to π വരെ വാരി ചെയ്യുന്നുള്ളൂ. അപ്പൊ cos θ/2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഈ ഇന്റർവെല്. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π എന്ന് പറഞ്ഞ ഇന്റർവെല് cos θ/2 എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 വരുള്ളൂ. അപ്പൊ നമ്മുടെ ഈ മോഡ് നമുക്ക് മാറ്റിക്കളയാം. മോഡ് മാറ്റിയ 4a ഇന്റഗ്രൽ 0 to π cos θ/2 dθ വരും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാലോ.
ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വാല്യൂ കാണാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4a cos തീറ്റ ബൈ 2ൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് 1/2 0 to π. 4a 2നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. 2നെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പം 2 ഇൻറ്റു സൈൻ പൈ കൊടുക്കുമ്പോൾ സൈൻ പൈ ബൈ 2 വരും. സൈൻ പൈ ബൈ 2 1, സൈൻ പൈ ബൈ 2 1, പിന്നെ സൈൻ 0 അത് 0. അപ്പം നമ്മുടെ ടോട്ടൽ ആൻസർ 8a എന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് കാർഡിയോയിഡ്. ദ ലെങ്ത് ഓഫ് ദ കാർഡിയോയിഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നതിൽ നമ്മുടെ ആംഗിൾ ഈ തീറ്റ വേരി ചെയ്യുന്ന തരാത്തതുകൊണ്ടാണ് നമ്മൾ പിക്ചർ വരച്ച് സ്കെച്ച് ചെയ്യേണ്ടതൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കർവ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് r = 1 - cos തീറ്റ. ഇവിടെ തീറ്റ വേരി ചെയ്യുന്നത് 0 to 2π എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇവിടെ r തന്നിട്ടുണ്ട്, dr/d തീറ്റ കണ്ടുപിടിക്കണം. dr/d തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് തീറ്റൻ്റെ ഡെറിവേറ്റീവ് സൈൻ തീറ്റ. dr/d തീറ്റ കിട്ടി. അപ്പോൾ therefore r² പ്ലസ് dr/d തീറ്റ ഓൾ സ്ക്വയർ എന്ത് വരും? 1 - cos തീറ്റ ഓൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി അത് എക്സ്പാൻഡ് ചെയ്യുക. 1 - 2 cos തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് 1 ആവും. 1ഉം ഈ 1ഉം കൂടെ 2 ആവും. അപ്പോൾ 2 - 2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? 2 × 1 - cos തീറ്റ. 2 × 1 - cos തീറ്റയാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഹെൻസ് ദ ലെങ്ത് ഓഫ് ദ ഗിവൺ കർവ് L = ഇൻ്റഗ്രൽ തീറ്റ വേരി ചെയ്യുന്നത് 0 to 2π ആണ്. ഇൻ്റഗ്രൽ 0 to 2π √ r² പ്ലസ് dr/d തീറ്റ ഓൾ സ്ക്വയർ d തീറ്റ. ഇനി വാല്യൂ കൊടുക്കുക. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 2π √ 2 × 1 - cos തീറ്റ × d തീറ്റ. ഒരു റിസൾട്ട് അറിയാം. 1 - cos തീറ്റ = 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണെന്ന് അറിയാം. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 2π √ 2 × ഈ 2 കൂടെ വരുമ്പോൾ 4 ആവും. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 d തീറ്റ. സിൻസ് 1 - cos തീറ്റ = 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി എന്ത് ചെയ്യാം? റൂട്ട് വാല്യൂ പുറത്തെടുക്കുക. റൂട്ടിൻ്റെ വാല്യൂ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? റൂട്ടിൻ്റെ വാല്യൂ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 4 കിട്ടും. 4ൻ്റെ റൂട്ട് 2 ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ റൂട്ട് മോഡ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ബൈ 2 d തീറ്റ. അപ്പോൾ ഇനി സൈൻ തീറ്റ ബൈ 2 എന്തായാലും 0 to 2π > 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 2 × ഇൻ്റഗ്രൽ 0 to 2π സൈൻ തീറ്റ ബൈ 2 എന്ന് എഴുതാം. കാരണം സൈൻ തീറ്റ ബൈ 2 > 0 for 0 less than theta less than or equal to 2π. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സൈൻ തീറ്റ ബൈ 2ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 × സൈൻ തീറ്റ ബൈ 2ൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് തീറ്റ ബൈ 2 മൈനസ്
കോസ് തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 1/2. 0 to 2π. ഈ 2നെ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ 4 ഇൻറ്റു -4 കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ 2π കൊടുക്കുമ്പോൾ 2π/2 എന്ന് പറഞ്ഞാൽ പൈ. അപ്പോൾ കോസ് പൈ വരും. കോസ് പൈ മൈനസ് കോസ് 0. കോസ് പൈ എത്രയാ? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, കോസ് 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ -2 കിട്ടും. -2 -4 -2 × -4 -8 ആണ് നമ്മുടെ ആൻസർ.